Pleased to meet you. Language. Language is a medium of expression. നമ്മുടെ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ലാംഗ്വേജ്. The thoughts that appear in our mind, getting shapes of a language, sounds. അങ്ങനെയാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ as far as we are concerned, നമ്മൾ മലയാളീസാണ്, നമ്മൾക്ക് മലയാളമാണ്. പക്ഷേ as far as English is concerned, it is becoming a universal language. അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അത് കൈകാര്യം ചെയ്തേ മതിയാകൂ. അപ്പൊ അതിലുള്ള കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്, അതിനെക്കുറിച്ചാണ് ഒരു സെന്റൻസ്, അതിന്റെ മീനിങ്, ഹൗ ക്യാൻ വി സ്വിച്ച് ഓവർ ടു മലയാളം സെന്റൻസ് ടു ഇംഗ്ലീഷ് സെന്റൻസ്. യെസ്, ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡിസ്ക്രൈബ് ഹിയർ. മലയാളത്തിൽ നമുക്ക് ടെൻസസ് ഉണ്ട്. ഞാൻ സംസാരിക്കുന്നു, ഞാൻ ഇന്നലെ സംസാരിച്ചു, നാളെയും ഞാൻ സംസാരിക്കും. 3 ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷില് ഈ 3 മാത്രമല്ല, അവരൊരു 12 ആയിട്ട്, ഈ 3 എണ്ണത്തിന്റെ തന്നെ എന്ന് പറഞ്ഞാൽ അവര് ഒരു 12 ടെൻസസ് ആയിട്ട്, ഈ പ്രസന്റിൽ തന്നെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, ഞാനിപ്പോ സംസാരിക്കുന്നു, യെസ് എന്ന് പറയാം. ഇപ്പോഴ് ഞാൻ സംസാരിക്കുന്നു. ഇപ്പോഴ് ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്? യെസ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാം. യെസ്, ഞാൻ കുറച്ച് മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു, ഞാൻ ഭാഷയെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഞാനിപ്പോ ഭാഷയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നതല്ലേ നല്ലത്? യെസ്. അപ്പൊ കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ടെൻസസിനെ കുറിച്ചും ഭാഷയെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നതല്ലേ? ഇതാണ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. യെസ്, നമ്മൾ സംസാരിച്ചു എന്ന് പറയുന്നത്, സംസാരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നിർത്തുമ്പോൾ ഇൻ ഇംഗ്ലീഷ് ദേ ആർ സ്പെസിഫൈയിങ്. യു സ്പീക്ക്, ജനറലി യു സ്പീക്ക്, യെസ്. നൗ യു ആർ സ്പീക്കിംഗ്, യെസ്. യു ഹാവ് സ്പോക്കൻ അബൌട്ട് സംതിങ് എൽസ്, ജസ്റ്റ് യു ഹാവ് ബീൻ സ്പീക്കിംഗ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ്. കണ്ടല്ലേ? ഇതാണ്. അപ്പൊ ഇത് പ്രസന്റിൽ മാത്രമല്ല, ഇത് പാസ്റ്റിലും ഉണ്ട്, ഫ്യൂച്ചറിലും ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴ് ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ ഒരു മലയാളം, ഞാൻ സംസാരിക്കുന്നു, ഐ സ്പീക്ക്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഐ എം സ്പീക്കിംഗ്. യു ആർ ലിസണിങ്, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. യെസ്, ഐ ഹാവ് സ്പോക്കൺ. യെസ്, ഞാൻ എന്തിനെ കുറിച്ചെങ്കിലും സംസാരിച്ചു. യെസ്, ഐ ഹാവ് ബീൻ സ്പീക്കിംഗ്. ഞാൻ കുറെ നേരമായിട്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. യെസ്. അപ്പൊ ഇത് തന്നെയാണ്. അപ്പൊ ഇത് തന്നെ പാസ്റ്റിലായാലോ? ഞാൻ സംസാരിച്ചു, ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചു കൊണ്ടേയിരുന്നു. യെസ്, ഐ സ്പോക്ക്, ഐ വാസ് സ്പീക്കിംഗ്, ഐ ഹാഡ് സ്പോക്കൻ, ഐ ഹാഡ് ബീൻ സ്പീക്കിംഗ്. യെസ്. ഇതേപോലെ ഫ്യൂച്ചറിലും വരും. യെസ്, ഞാൻ സംസാരിക്കും, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിരിക്കും ഈ സമയത്തൊക്കെ. യെസ്, ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വിൽ സ്പീക്ക്, വിൽ ബി സ്പീക്കിംഗ്, വിൽ ഹാവ് സ്പോക്കൻ, വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ്. യെസ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഞാന് എല്ലാത്തിനും വളരെ ഈ സ്പീക്ക് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് എല്ലാ ടെൻസിലും കുറച്ചുകൂടെ സൗകര്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ഞാൻ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വാക്കെടുക്കുകയാണ്. ഹെൽപ്പ്. അപ്പൊ ഹി ഹെൽപ്സ് ഹെർ, ഹി ഹെൽപ്സ് ഹെർ, അവൻ അവളെ സഹായിക്കുന്നു. അവൻ അവളെ സഹായിക്കുന്നു. ഹി ഹെൽപ്സ്. ദേ ഹെൽപ്പ് ഹെർ, അവർ അവളെ സഹായിക്കുന്നു. അപ്പൊ നോക്കണം, ഈ തേർഡ് പേഴ്സൺ സിംഗുലറിലാണ് ഹെൽപ്സ് എന്നൊക്കെ വരുന്നത്. പ്ലൂറൽ അവർ എന്ന് പറയുമ്പോഴത്തേക്കും ഹെൽപ്പ് എന്നാ വന്ന്. ഇത് ഇംഗ്ലീഷിലുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യെസ്, ഹി ഹെൽപ്സ് ഹെർ എന്ന് പറയുന്നത് നമ്മൾ
ദേ ഹെൽപ്പ് ഹെർ എന്നേ പറയാവൂ എന്നുള്ളത്. അപ്പൊ ചില നോംസ് ഉണ്ടല്ലോ. ഇപ്പൊ മലയാളം പറയുമ്പോഴത്തേക്കും ഴാ പറയണം. പഴമെന്ന് പറയുന്നതിന് പകരം പളമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ലാംഗ്വേജിന് അവരുടേതായിട്ടുള്ള ചില സിസ്റ്റംസ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇംഗ്ലീഷിലുള്ളതാണ്. ഹി ഹെൽപ്സ് ഹെർ, അവൻ അവളെ സഹായിക്കുന്നു. ദേ ഹെൽപ്പ് ഹെർ, അവർ അവളെ സഹായിക്കുന്നു. ഓക്കെ, ഇത് പ്രസന്റ് ആണല്ലോ. ഇത് പാസ്റ്റിൽ, ഇതിപ്പോഴ് ഇന്നലെ. ഹി ഹെൽപ്ഡ് ഹെർ, ഹി ഹെൽപ്ഡ് ഹെർ, അവൻ അവളെ സഹായിച്ചു. ദേ ഹെൽപ്ഡ് ഹെർ എന്നേ പറയാവൂ എന്നുള്ളത്. അപ്പൊ ചില നോംസ് ഉണ്ടല്ലോ. ഇപ്പൊ മലയാളം പറയുമ്പോഴത്തേക്കും ഴാ പറയണം. പഴമെന്ന് പറയുന്നതിന് പകരം പളമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ലാംഗ്വേജിന് അവരുടേതായിട്ടുള്ള ചില സിസ്റ്റംസ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇംഗ്ലീഷിലുള്ളതാണ്. ഹി ഹെൽപ്സ് ഹെർ, അവൻ അവളെ സഹായിക്കുന്നു. ദേ ഹെൽപ്പ് ഹെർ, അവർ അവളെ സഹായിക്കുന്നു. ഓക്കെ, ഇത് പ്രസന്റ് ആണല്ലോ. ഇത് പാസ്റ്റിൽ, ഇതിപ്പോഴ് ഇന്നലെ. ഹി ഹെൽപ്ഡ് ഹെർ, ഹി ഹെൽപ്ഡ് ഹെർ, അവൻ അവളെ സഹായിച്ചു. ദേ ഹെൽപ്ഡ് ഹെർ, അവർ അവളെ സഹായിച്ചു. അപ്പൊ പ്രസന്റായി, പാസ്റ്റായി. ഫ്യൂച്ചർ, ഹി വിൽ ഹെൽപ്പ് ഹെർ, അവൻ അവളെ സഹായിക്കും. ദേ വിൽ ഹെൽപ്പ് ഹെർ, അവർ അവളെ സഹായിക്കും. ഇതാണ് സിമ്പിൾ ടെൻസ്, സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും. ഇനി ഇതിൽ തന്നെ കണ്ടിന്യൂസ്, തുടർന്ന് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രസന്റിൽ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുക, പാസ്റ്റിൽ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുക, ഫ്യൂച്ചറിൽ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പ്രസന്റിൽ ഹി ഈസ് ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ച് കൊണ്ടിരിക്കുന്നു. ഹി ഈസ് ഹെൽപ്പിംഗ് ഹെർ. ദേ എഴുതുമ്പോഴോ ദേ ഇസ് പറയില്ലല്ലോ. ദേ ആർ ഹെൽപ്പിംഗ് ഹെർ, ദേ ആർ ഹെൽപ്പിംഗ് ഹെർ, അവർ അവളെ സഹായിച്ച് കൊണ്ട് ഇരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഇതേപോലെ റൂളുണ്ട്. ഹീയുടെ കൂടെ പ്രസന്റ് ആണെന്ന് വരിയിൽ ഇസ് ഉപയോഗിക്കണം, പാസ്റ്റ് ആണെന്ന് വരിയിൽ വാസ് ഉപയോഗിക്കണം. ദേയുടെ കൂടെ, അതുപോലെ യുടെ കൂടെ, പ്ലൂറലിന്റെ കൂടെ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണെന്ന് വരിയിൽ പ്ലൂറൽ ആയതുകൊണ്ട് ആർ ഉപയോഗിക്കണം. പാസ്റ്റ് ഇത് പ്രസന്റ് ആണെന്ന് വരിയിൽ ആറ്, പാസ്റ്റ് ആണെന്ന് വരിയിൽ വേർ. ഓക്കെ, അപ്പൊ ഹി ഈസ് ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ ഹെൽപ്പിംഗ് ഹെർ, അവർ അവളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പ്രസന്റ് ആണല്ലോ. ഇത് തന്നെ ഇങ്ങനെ പാസ്റ്റിൽ പറയാൻ പോവാണ്. ഹി വാസ് ഹെൽപ്പിംഗ് ഹെർ, ഹി വാസ് ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. ദേ വേർ ഹെൽപ്പിംഗ് ഹെർ, അവർ അവളെ സഹായിച്ച് കൊണ്ടിരുന്നു. ഹി ഈസ് ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹി വാസ് ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ചു കൊണ്ട് ഇരുന്നു. ഈസും വാസും ദേയോ യുവോ കൂടെ പറ്റില്ല. അപ്പൊ ദേ ആർ ഹെൽപ്പിംഗ് ഹെർ. ഹി വാസ് ഹെൽപ്പിംഗ് ഹെർ, ഹി വാസ് ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. ദേ വേർ ഹെൽപ്പിംഗ് ഹെർ, അവർ അവളെ സഹായിച്ച് കൊണ്ടിരുന്നു. ഹി ഈസ് ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹി വാസ് ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ചു കൊണ്ട് ഇരുന്നു. ഈസും വാസും ദേയോ യുവോ കൂടെ പറ്റില്ല. അപ്പൊ ദേ ആർ ഹെൽപ്പിംഗ് ഹെർ, അവർ അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദേ വേർ ഹെൽപ്പിംഗ് ഹെർ, അവർ അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. ഇനി ഫ്യൂച്ചറിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ആം, ഇസ്, വാസ് ഇതിന്റെ എല്ലാം ആം, ഇസ്, ആർ ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. വാസോ വേറോ. ആമിന്റെയും ഇസിന്റെയും പാസ്റ്റ് ടെൻസ് വാസും ആറിന്റെ പാസ്റ്റ് ടെൻസ് വേറും. ഇതിന്റെ ഫ്യൂച്ചർ ആണ് ഈ വിൽ ബി, വിൽ ബി എന്നുള്ളത്. അപ്പൊ ഫ്യൂച്ചറിൽ വിൽ ബി ഉപയോഗിച്ചാൽ മതി, ING ഫോം ഉപയോഗിച്ചാൽ മതി. അപ്പൊ എന്താണ് ഫ്യൂച്ചറിൽ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ട് ഹി വിൽ ബി ഹെൽപ്പിംഗ് ഹെർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരിക്കും. ദേ വിൽ ബി ഹെൽപ്പിംഗ് ഹെർ. വിൽ എഴുതുമ്പോൾ ഈ തേർഡ് പേഴ്സൺ സിംഗുലർ, പ്ലൂറൽ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ്, ഇതിനൊന്നും ഒരു ഇതുമില്ല. വിൽ എഴുതാം. വിൽ ബി. അപ്പൊ
ഹി വിൽ ബി ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചുകൊണ്ടിരിക്കും. ദേ വിൽ ബി ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ച് കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയതെല്ലാം കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റിൽ കണ്ടിന്യൂസ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റിൽ കണ്ടിന്യൂസ്, നടന്നുകൊണ്ടിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടിരിക്കും. ഐ ആം ഹെൽപ്പിംഗ്, ഈസ് ഹെൽപ്പിംഗ്, ആർ ഹെൽപ്പിംഗ്, സഹായിച്ചു കൊണ്ടിരിക്കുന്നു. യെസ്. വാസ് ഹെൽപ്പിംഗ്, വേർ ഹെൽപ്പിംഗ്, സഹായിച്ചു കൊണ്ടിരുന്നു. യെസ്. വിൽ ബി ഹെൽപ്പിംഗ്, സഹായിച്ചു കൊണ്ടിരിക്കും. യെസ്. ഉണ്ടല്ലേ? അപ്പൊ കണ്ടിന്യൂസ് വളരെ സിമ്പിൾ ആണ്. യെസ്, മനസ്സിലാക്കി. ഇനിയും പെർഫെക്റ്റ് ടെൻസ് ഇതിൽ മൂന്നിലുണ്ട്. എന്താണ് ഈ പെർഫെക്റ്റ്? പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മീനിങ് മനസ്സിലായല്ലോ. കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. വാസ്തവത്തിൽ അതൊരു പാസ്റ്റ് ടെൻസ് തന്നെയാണ്. യെസ്. പെർഫെക്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നാണ്. അപ്പൊ പ്രസന്റിൽ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുക, പാസ്റ്റിൽ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുക, ഫ്യൂച്ചറിൽ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ആയിരിക്കുക എന്നുള്ളത്. പ്രസന്റിൽ കംപ്ലീറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ യെസ്. ഞാനിപ്പോ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ഏതാണ്? കണ്ടിന്യൂസ് ടെൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഐ ഹാവ് കംപ്ലീറ്റഡ് കണ്ടിന്യൂസ് ടെൻസസ്. പറയാമല്ലോ, ഞാൻ കണ്ടിന്യൂസ് ടെൻസസ് പറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു, അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതാണ് ഈ പെർഫെക്റ്റ് ടെൻസിന്റെ യഥാർത്ഥ മലയാളം എന്ന് പറയുന്നത്. കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പെർഫെക്റ്റ് ടെൻസിന്റെ യഥാർത്ഥ മലയാളം എന്ന് പറയുന്നത് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞിട്ടുണ്ട്, എഴുതിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഐ ഹാവ് റിട്ടൺ എന്നാണ് പറയുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ട്. യെസ്. അപ്പൊ അതും കഴിഞ്ഞിരിക്കുന്നു, കഴിഞ്ഞിരിക്കുക, ചെയ്തിട്ടുണ്ടാകുക, യെസ്, കണ്ടിട്ടുണ്ടാകുക. ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ച് ഈ ഫോട്ടോയിലുള്ള ആളിനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഐ സോ എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ കൂടുതലായിട്ടും പറയേണ്ടത് ഇംഗ്ലീഷിൽ ഐ ഹാവ് സീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഐ സോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു എന്നേ ആകുന്നുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പെർഫെക്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. ഐ ഹാവ് സീൻ. ഈ നോവൽ വായിച്ചിട്ടുണ്ടോ? യെസ്. ഐ റെഡ് എന്ന് പറയുന്നതിനേക്കാൾ ഐ ഹാവ് റെഡ്, യെസ്, എന്ന് പറയുന്ന. അപ്പൊ പെർഫെക്റ്റ് ടെൻസിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. പിന്നെ പെർഫെക്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസിലും ഒക്കെ പാസ്റ്റ് ടെൻസിലും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം ഇന്നലെ ജോൺ പോയായിരുന്നു, മേരിയും പോയി. യെസ്. ആരാ ആദ്യം പോയത്? ജോൺ ആദ്യം പോയി, മേരി രണ്ടാമത് പോയി. ജോൺ പോയി, പിന്നിൽ തന്നെ പോയി. ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഇംഗ്ലീഷുകാരെങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ യെസ്, ജോൺ ആണല്ലോ ആദ്യം പോയത്. അപ്പൊ ജോൺ ഹാഡ് ഗോൺ ബിഫോർ മേരി വെന്റ്. കണ്ടല്ലേ ആ വ്യത്യാസം? കണ്ടല്ലേ? യെസ്. ഒരാൾ പോകുന്നതിന് മുമ്പ് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റിലും അതേ തന്നെയാണ്. യെസ്. നാളെ ഈ സമയത്ത് ഞാൻ ഈ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക് ബൈ ദിസ് ടൈം ടുമാറോ എന്ന് പറഞ്ഞാൽ ആകുന്നില്ല, ഞാൻ നാളെ ചെയ്യും എന്നേ ആകുന്നുള്ളൂ. ഐ വിൽ ഫിനിഷ്. യെസ്. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. യെസ്. അങ്ങനെ ഒരു പെർഫെക്ഷൻ, ഒരു കംപ്ലീറ്റഡ് ആക്ഷനെ കുറിച്ച് പറയുന്നതാണ് ഈ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ കണ്ടിന്യൂസ് ടെൻസ് മൂന്നെണ്ണം നോക്കി നമ്മൾ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇപ്പൊ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ആണ് നോക്കാൻ പോകുന്നത്. പ്രസന്റ് പെർഫെക്റ്റ്. നേരത്തെ നമ്മൾ ചെയ്ത അതേ സെന്റൻസ് ചെയ്യാൻ പോകുന്ന. ഹി ഹാസ് ഹെൽപ്ഡ് ഹർ. അവൻ അവളെ സഹായിച്ചിട്ടുണ്ട്. അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു. നോക്ക്, അവൻ അവളെ സഹായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട്, ഇപ്പൊ സഹായിച്ചിട്ടുണ്ട്. യെസ്, സഹായിച്ചു. യെസ്. അപ്പൊ ഈ ഒരു മലയാളം പറയുമ്പോഴേ പ്രസന്റ് പെർഫെക്റ്റില് ചെറിയ ഒരു ഇത് വരും. പക്ഷെ അത് നോക്കിയിട്ട് മലയാളം ഏതാണോ സൂട്ടബിൾ ആകുന്നത് നമ്മൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. എങ്ങനെ ആയാലും ശരി, ഈ ഹാവ് ഹെൽപ്ഡ്, ഹാസ് ഹെൽപ്ഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെയ്ത് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്, ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ഹി ഹാസ് ഹെൽപ്ഡ് ഹെർ എന്ന് പറഞ്ഞാൽ അവൻ അവളെ സഹായിച്ചിട്ടുണ്ട്, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടിൽ യെസ്. ആ സാഹചര്യം അനുസരിച്ച് സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടിൽ യെസ്. ആ സാഹചര്യം അനുസരിച്ച് ഏതാ മോസ്റ്റ് സൂട്ടബിൾ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഇതാണ് മീനിങ്. യെസ്. അപ്പൊ ദേ ഉപയോഗിക്കുമ്പോഴോ ഹി ഹാസ് ഹെൽപ്ഡ്. ദേ വരുമ്പോൾ ഇതേപോലെ ഹെൽപ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേ വരുമ്പോൾ ഈ ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാവ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ദേ ഹാവ് ഹെൽപ്ഡ് ഹർ. അവർ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവർ അവളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഹി ഹാസ് ഹെൽപ്ഡ് ഹർ, ദേ ഹാവ് ഹെൽപ്ഡ് ഹർ. സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു, സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകുമ്പോൾ ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ്, ഇതിനു മുമ്പാണെന്ന് വരില്ലോ.
യെസ്. ഹി ഹാഡ് ഹെൽപ്ഡ് ഹർ. അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരുന്നു, സഹായിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ സഹായിക്കാൻ അവിടെ ചെന്നു, അതിനു മുമ്പേ അവൻ അവളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുമല്ലോ. ബിഫോർ ഹി വെന്റ് ടു ഹെൽപ്പ് ഹർ, ഹി ഹാഡ് ഹെൽപ്ഡ് ഹർ എന്നുള്ളതാണ്. ഇവൻ അവിടെ സഹായിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ സഹായിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇതുപോലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ ഉപയോഗിക്കണം. അപ്പൊ ഹി ഹാഡ് ഹെൽപ്ഡ് ഹർ. യെസ്. ദേയ്ക്കും പാസ്റ്റിൽ മാറ്റം വരുന്നില്ല. ദേ ഹാഡ് ഹെൽപ്ഡ് ഹർ. യെസ്. ഹി ഹാഡ് ഹെൽപ്ഡ് ഹർ, ദേ ഹാഡ് ഹെൽപ്ഡ് ഹർ. അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരുന്നു, സഹായിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. ദേ ഹാഡ് ഹെൽപ്ഡ് ഹർ, അവർ അവളെ സഹായിച്ചു കഴിഞ്ഞിരുന്നു, സഹായിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. ഇനിയും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. സഹായിച്ചു കഴിഞ്ഞിരിക്കും, സഹായിച്ചിട്ടുണ്ടായിരിക്കും. യെസ്. ഹി വിൽ ഹാവ് ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കും. നാളെ 3 മണി എന്നുണ്ടെന്നൊരിൽ അവൻ അവളെ ഉറപ്പായിട്ടും പോയി കണ്ട് അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരിക്കും. യെസ്. ഹി വിൽ ഹാവ് ഹെൽപ്ഡ് ഹർ. യെസ്. അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കും, സഹായിച്ചിട്ടുണ്ടായിരിക്കും. ദേയും അതുപോലെ തന്നെയാണ്. ദേ വിൽ ഹാവ് ഹെൽപ്ഡ് ഹർ, അവർ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കും. അപ്പൊ ഓക്കെ. അപ്പൊ പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ ഇനിയും നമ്മൾക്കൊരിക്കലും ഒരു തപ്പൽ വരരുത്. യെസ്, ഈ മീനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഹാവ്, ഹാസ്, ഹാഡ്, വിൽ ഹാവ് ഇത് ഉപയോഗിച്ച് പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ ഉപയോഗിക്കണം. ഈ ഫോം തന്നെ ഉപയോഗിക്കണം. യെസ്. അപ്പൊ പെർഫെക്റ്റ് ടെൻസ് കഴിഞ്ഞു. ഏകദേശം നമ്മൾക്ക് മീനിങ് പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ നമ്മൾക്ക് പറയാനും സാധിക്കും, പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ. ഇനിയും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതില് കണ്ടിന്യൂറ്റിയും വേണം, പെർഫെക്ഷനും വേണം. പെർഫെക്ഷനും കണ്ടിന്യൂറ്റിയും ഇത് രണ്ടും കൂടി ചേരുന്നതാണ്. യെസ്. അപ്പൊ അത് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ നമ്മൾക്ക് പറയാനും സാധിക്കും, പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ. ഇനിയും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതില് കണ്ടിന്യൂറ്റിയും വേണം, പെർഫെക്ഷനും വേണം. പെർഫെക്ഷനും കണ്ടിന്യൂറ്റിയും ഇത് രണ്ടും കൂടി ചേരുന്നതാണ്. യെസ്. അപ്പൊ അത് സാധാരണഗതിയിൽ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കലില്ല. എന്നാൽ നമ്മുടെ മലയാളത്തിൽ ഉണ്ട് താനും. ഞാനിപ്പോ മലയാളം ട്രാൻസ്ലേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. യെസ്. ഇപ്പൊ ഒരാള് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ലിവിങ് എന്ന് പറയാം, ഹി ലിവ്സ് എന്ന് പറയാം. ഇതിനെയൊക്കെ ഇവിടൊക്കെ ഹി ലിവ്സ് എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ താമസിക്കുന്നു, അയാൾ ഇവിടെ താമസിക്കുന്നു. ഹി ഈസ് ലിവിങ് എന്ന് പറയുമ്പോഴത്തേക്കും, ഹി ഈസ് സ്റ്റേയിങ് എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെസ്. ഇപ്പോഴും. അപ്പൊ ഇതിനു മുമ്പോ പറയുന്നില്ല. യെസ്. ലീവ്സ് പറയുമ്പോൾ അയാൾ ഇപ്പൊ താമസിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്ന സമയത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇല്ല, ഹി ഈസ് ലിവിങ്. യെസ്. ജീവനോട് ഇപ്പോൾ ഉണ്ട് ആള്. യെസ്. ഹി ഈസ് സ്റ്റേയിങ് ദയർ. യെസ്. പക്ഷെ ഇത് രണ്ടിലും ഒരു 10 വർഷമായിട്ട് താമസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി ഈസ് ലിവിങ്, താമസിച്ചുകൊണ്ടിരിക്കുന്നു 10 വർഷമായിട്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹി ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഹർ, ഹി ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഹർ. യെസ്. ഹി ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ കുറെ കാലമായിട്ട് അവളെ സഹായിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. യെസ്. ഇപ്പൊ മാത്രമല്ല അവൻ സഹായിച്ചത്. യെസ്. ഇതിനു മുമ്പും സഹായിച്ചിട്ടുണ്ട്. യെസ്. ആ സഹായം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഹി ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. യെസ്. അപ്പൊ കൊണ്ടേയിരിക്കുന്നു വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഏതായാലും നമ്മൾ പറയുമ്പോൾ ആ എന്ന് വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ കുറെ കാലമായിട്ട് ഈ സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റിലാണെന്നൊരിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹി ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് പ്രസന്റില്. പാസ്റ്റിലാണെന്നൊരിലോ. യെസ്. ഇപ്പോഴല്ല. യെസ്. ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു 5 വർഷം തുടർച്ചയായിട്ട് അയാൾ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു, അവൻ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. യെസ്. അതുപോലുള്ളൊരു സിറ്റുവേഷനിലാണ് ഇത് പറയുന്നത്. യെസ്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായിട്ട് ഒരു 10 വർഷം അയാൾ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു.
പറയുമ്പോൾ അത് മറ്റുള്ളത് ഹി ഈസ് ഹെൽപ്പിംഗ് എന്ന് പറയുന്നതോ ഹി വാസ് ഹെൽപ്പിംഗ് എന്ന് പറയുന്നതോ ഹി ഹാഡ് ഹെൽപ്ഡ് എന്ന് പറയുന്നതോ ഇതിൽ നിന്ന് വ്യത്യസ്തമാകണം. അങ്ങനെയാണ് അവർ 12th ടെൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. അപ്പൊ അതിന് മലയാളത്തിൽ നമ്മൾ ഏകദേശം നമ്മളിപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ അതുണ്ട്, പലപ്പോഴും അത് ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ യെസ്. അപ്പൊ ഹി ഹാഡ് ബീൻ ഹെൽപ്പിംഗ്, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ദേ ഹാഡ് ബീൻ ഹെൽപ്പിംഗ്, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ഹി ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹി ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ദേ ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ഇതുപോലെ തന്നെയാണ് ഫ്യൂച്ചറിലും ഇപ്പൊ അവന് കഴിവില്ല, പക്ഷെ അവനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മരണം വരെ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ, തുടർച്ചയായിട്ട് എന്ന് പറയണമല്ലോ. പറയുമ്പോഴേ ഇങ്ങനെയാ പറയേണ്ടത്. ഹി വിൽ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, യെസ് ഡെഫിനറ്റ്ലി. നൗ ഹി ഈസ് സ്റ്റഡിങ്, ഹി ഈസ് ഡൂയിങ് ഹിസ് ഗ്രാജുവേഷൻ. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഹി വിൽ ഗെറ്റ് എ ജോബ്. ദെൻ ഡെഫിനറ്റ്ലി യെസ് till her death, yes. Otherwise, for 20 years, more than 20 years, definitely, yes. He will have been helping her. Time specify ചെയ്തിട്ടൊക്കെ പറയാം, ഇല്ലെന്നൊരിൽ ഇങ്ങനെ യെസ് an action which will be continuing for a certain period of time. അങ്ങനെ പറയുമ്പോഴാണ് he will have been helping her, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. they will have been helping her, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഉണ്ടല്ലേ? ഇപ്പൊ നമ്മള് 12 ടെൻസും ഈസി ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്റ്റിങ്ഷൻ, ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ ഒരു തെറ്റുകൂടാത്ത ഒരു സെന്റൻസ് നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. പറയുന്നത് തെറ്റുകൂടാതെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വൺസ് അഗെയിൻ ഞാൻ എല്ലാ സെന്റൻസും അതിന്റെ മലയാളവും പറയാം, ടെൻസ് പറയുന്നില്ല. യെസ്, ആ ഓർഡറിൽ വരികയാണ്. യെസ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ആ രീതിയിലാണ് പോകുന്നത്. യെസ്, അപ്പൊ പ്രസന്റ് കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഞാൻ പാസ്റ്റിൽ പോവുള്ളൂ, പാസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ പോവുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ ഓർഡർ വേറെയാണ്. യെസ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെയാ പറഞ്ഞ്. ഇപ്പൊ ഞാനതല്ല, ഇപ്പോഴേ ഉള്ള 4 ടെൻസും പ്രസന്റിൽ പറയും, അടുത്ത 4 ടെൻസും പാസ്റ്റിൽ പറയും, 4 ഡിവിഷനും ഫ്യൂച്ചറിലുള്ളത് 4 പറയും. അങ്ങനെ ആകുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് കുറച്ച്. ഞാൻ എല്ലാ സെന്റൻസും അതിന്റെ മലയാളവും പറയാം, ടെൻസ് പറയുന്നില്ല. യെസ്, ആ ഓർഡറിൽ വരികയാണ്. യെസ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ആ രീതിയിലാണ് പോകുന്നത്. യെസ്, അപ്പൊ പ്രസന്റ് കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഞാൻ പാസ്റ്റിൽ പോവുള്ളൂ, പാസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ പോവുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ ഓർഡർ വേറെയാണ്. യെസ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെയാ പറഞ്ഞ്. ഇപ്പൊ ഞാനതല്ല, ഇപ്പോഴേ ഉള്ള 4 ടെൻസും പ്രസന്റിൽ പറയും, അടുത്ത 4 ടെൻസും പാസ്റ്റിൽ പറയും, 4 ഡിവിഷനും ഫ്യൂച്ചറിലുള്ളത് 4 പറയും. അങ്ങനെ ആകുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഹി ഹാസ് ഹെൽപ്ഡ് ഹർ, നോ സോറി, ഹി ഹെൽപ്സ്, അവൻ അവളെ സഹായിക്കുന്നു. ദേ ഹെൽപ്പ് ഹർ, അവർ അവളെ സഹായിക്കുന്നു. ഹി ഈസ് ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദേ ആർ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹി ഹാസ് ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു, സഹായിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഹെൽപ്ഡ് ഹർ, അവർ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവർ അവളെ സഹായിച്ചിട്ടുണ്ട്. ഹി ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ദെൻ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹി ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു. ദേ ഹെൽപ്ഡ് ഹർ, അവർ അവളെ സഹായിച്ചു. ഹി വാസ് ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. ദേ വർ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. ഹി ഹാഡ് ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരുന്നു. അവൻ അവളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ദേ ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു.
ഫ്യൂച്ചർ. ഹി വിൽ ഹെൽപ്പ് ഹർ, അവൻ അവളെ സഹായിക്കും. ദേ വിൽ ഹെൽപ്പ് ഹർ, അവർ അവളെ സഹായിക്കും. ഹി വിൽ ബി ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരിക്കും. ദേ വിൽ ബി ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഹി വിൽ ഹാവ് ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കും. ദേ വിൽ ഹാവ് ഹെൽപ്ഡ് ഹർ, അവർ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കും. ഹി വിൽ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ദേ വിൽ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കും. ഹി ഹാസ് ഹെൽപ്ഡ് ഹർ, ഹി ഹെൽപ്സ്, അവൻ അവളെ സഹായിക്കുന്നു. ദേ ഹെൽപ്പ് ഹർ, അവർ അവളെ സഹായിക്കുന്നു. ഹി ഈസ് ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദേ ആർ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹി ഹാസ് ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു, സഹായിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഹെൽപ്ഡ് ഹർ, അവർ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവർ അവളെ സഹായിച്ചിട്ടുണ്ട്. ഹി ഹാസ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹി ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു. ദേ ഹെൽപ്ഡ് ഹർ, അവർ അവളെ സഹായിച്ചു. ഹി വാസ് ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. ദേ വർ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. ഹി ഹാഡ് ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരുന്നു. അവൻ അവളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ദേ ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ഫ്യൂച്ചർ. ഹി വിൽ ഹെൽപ്പ് ഹർ, അവൻ അവളെ സഹായിക്കും. ദേ വിൽ ഹെൽപ്പ് ഹർ, അവർ അവളെ സഹായിക്കും. ഹി വിൽ ബി ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടിരിക്കും. ദേ വിൽ ബി ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഹി വിൽ ഹാവ് ഹെൽപ്ഡ് ഹർ, അവൻ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കും. ദേ വിൽ ഹാവ് ഹെൽപ്ഡ് ഹർ, അവർ അവളെ സഹായിച്ചു കഴിഞ്ഞിരിക്കും. ഹി വിൽ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവൻ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ദേ വിൽ ഹാവ് ബീൻ ഹെൽപ്പിംഗ് ഹർ, അവർ അവളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ്. അപ്പൊ ഇത് കുറെ കേൾക്കുക, കുറെ ഇപ്പൊ ഞാൻ ഹെൽപ്പ് വെച്ചല്ലേ പറഞ്ഞ്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്യാം. സിംഗ് വെച്ചിട്ട് പറയാം. സിംഗ് സാങ് സാങ് സിംഗ് അത് വെച്ചിട്ട് പറയാം. ക്ലീൻ വെച്ചിട്ട് പറയാം. ക്ലീൻ കുറച്ചുകൂടെ എളുപ്പമാണ്. യെസ്. അപ്പൊ അതിന്റെ മലയാളവും അതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് മനസ്സിലാക്കി ഒന്ന് എഴുതി അങ്ങനെയൊക്കെ ചെയ്യാം. ഈ 12 ടെൻസും നമ്മൾ തറവാക്കി 12ന്റെ മലയാളം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ക്വസ്റ്റ്യൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാക്കാം. ഇതിന്റെ വോയിസ് മാറ്റി ആക്റ്റീവ് പാസീവ് ആക്കിയിട്ട് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾക്ക് ആ ടെൻസില് മീനിങ് നമ്മൾക്ക് ഒരിക്കലും തെറ്റാത്ത രീതിയിൽ നമ്മൾക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്